പക്ഷെ നമ്മൾ കൊക്കയുടെ അടുത്താണ് നിൽക്കുന്നത്. നോക്കിയാൽ മേളിൽ നോക്കി നിങ്ങൾക്ക് കൊക്കൊക്കെ കാണാമായിരിക്കും. മരത്തേൽ ഒന്ന് രണ്ടെണ്ണം നിപ്പുണ്ട്. ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട്, ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട്. ഏകദേശം ചോക്ലേറ്റ് പോലെയൊക്കെ ആയിട്ടുണ്ട്. നോക്കിയാൽ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ തള്ളാമായിരിക്കും. അല്ല, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ttm വോയിസ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ സംഭവമാണ്. അതായത് ചോക്ലേറ്റ്. നമ്മളെല്ലാം കടയിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ ചോക്ലേറ്റ് നമ്മളിത് വീട്ടിലുണ്ടാക്കാൻ പോവാണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം നമുക്കറിയാം, എല്ലാവരും വഴിയിലൊക്കെ മിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ട്, വഴിയിലൊക്കെ അല്ല, കൊക്കക്കോ എന്ന് പറയും. ഇതിനുണ്ടല്ലോ അതിൻ്റെ കുരു നമ്മൾ ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ കുരു വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം കാണും, ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കാണുമോ, റിയൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇതും വ്യത്യാസമുണ്ടോ, എല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. മൊത്തം വീഡിയോ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ഇപ്പോഴും പമ്മി ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കുറേ എഫേർട്ട് എടുത്താണ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾ സബ്സ്ക്രൈബിലൂടെയും ലൈക്കിലൂടെയും ഷെയറിലൂടെയും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു കൊക്കക്കയുടെ കുരുവാണ് എടുത്തത്. ഒരു കൊക്കക്കയുടെ ഏകദേശം എനിക്കത് 10-30 കുരു കാണുമായിരിക്കും. എന്തെങ്കിലും ഉണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ കുരു പൊളിക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മുടെ ചട്ടിക്കകത്തിട്ട് വറക്കണം. ശരിക്ക് ആദ്യം ഒരു 3-4 ദിവസം. ഇപ്പോൾ ഈ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം 1 മാസം ഇത് ഉണക്കാനിട്ടു കേട്ടോ. നല്ല രീതിയിൽ ഉണക്കാനിട്ടു. കാരണം കണ്ടൻറ്റ് ചെയ്യണമെന്നുള്ള ഐഡിയയിലാണ്. കൊക്കൊക്കെ കഴിക്കാൻ നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ചെയ്യാൻ. അപ്പോൾ ഞാനത് ചെയ്തു. അപ്പോൾ ഇത് 1 മാസത്തോളം ഉണക്കാനിട്ടു. ഏകദേശം അത്രയൊന്നും ആവശ്യമില്ല, ഒരു 5-6 ദിവസം ഉണക്കാനിട്ടാൽ മതി. എന്നിട്ട് ഇത് വറക്കണം, ചട്ടിക്കകത്തിട്ട് വറക്കണം. വറക്കുമ്പോൾ ഈ തൊലി കണ്ടല്ലോ ഫ്രണ്ട്സ്, ഈ തൊലിയല്ല ഇളകിപ്പോൾ. ഞാൻ ജസ്റ്റ് തൊലി ഇളക്കി കാണിക്കും. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതുണ്ട്. അപ്പം തൊലി ഇളകി കഴിയുമ്പോൾ നോക്കിയാൽ കറുത്ത കളറ്, ചോക്ലേറ്റിൻ്റെ ഫുൾ കളറ് നോക്കി നിങ്ങൾക്ക് സൂം കണ്ടാൽ ശരിക്കും മനസ്സിലാവും. കറക്റ്റ് ചോക്ലേറ്റിൻ്റെ കളർ വരും. അപ്പോൾ തൊലിയെല്ലാം മൊത്തം ഇളകിപ്പോവും. ഈ തൊലിയെല്ലാം ഇളയും പോയിട്ട് ഇത് പൊടിച്ചെടുക്കണം, മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കുഴമ്പ് ഒരു ആയില്ലെങ്കിൽ ചില നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ അത് മിക്സിക്കകത്ത് ചില നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇത് കുഴമ്പ് പരുവത്തിലാക്കണം. നമ്മൾ നെയ്യ് ഏകദേശം ചൂടാക്കി എടുക്കുന്നുണ്ട്. നെയ്ക്കകത്താണ് ഇടേണ്ടത്. നോക്കി, നെയ്യ് ശലം ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് നേരെ നെയ്ക്കകത്തോട്ട് ഇടുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് പിന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചത് ഉണ്ടോ, പഞ്ചസാര പൊടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കുരുവാണ്. ഈ കുരുവാണ് ഈ പരുവായത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ ഇത് ഏകദേശം ചൂടായിട്ടുണ്ട് നെയ്യ്. അപ്പോൾ നെയ്ക്കകത്തോട് നമ്മുടെ ചോക്ലേറ്റ് ഇടാം. എൻ്റെ ഒറ്റക്കൈ ക്യാമറ കണ്ടതിന് ഇച്ചിരി പാടുണ്ട്. ഞാൻ അപ്പോൾ ഈ ചോക്ലേറ്റ് ഒന്ന് ഇടട്ടെ. നെയ്ക്കകത്ത് ചോക്ലേറ്റ് ഇട്ടു, പിന്നെ നേരെ പഞ്ചസാര പൊടിച്ചതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫുള്ള് മിക്സ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാമല്ലോ. നമ്മുടെ ഇപ്പം ഏകദേശം ചോക്ലേറ്റ് പോലെയൊക്കെ ആയിട്ടുണ്ട്. നോക്കിയാൽ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് ഇളക്കി. ഓക്കെ, പഞ്ചസാര ശരിക്കും കുതിർന്ന് ഇളകിയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. ഫോക്കസ് കണ്ടല്ലോ, ചോക്ലേറ്റിന്റെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പിന്നെ പാൽപ്പൊടി ഇടണമായിരുന്നു. ഫ്രണ്ട്സ്, നമ്മുടെ പാൽപ്പൊടി ഇല്ല. കാരണം പാൽപ്പൊടി ഇട്ടാൽ ഇച്ചിരി വേറെ ഫ്ലേവർ വരുമെന്ന് തോന്നുന്നു. ഞാൻ കണ്ടതിൻ്റെ വീഡിയോക്കകത്തൊക്കെ പാൽപ്പൊടി എല്ലാവരും ഇടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഇടാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫ്രീസർ കയറ്റണം. ഫ്രീസർ കട്ടയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ ഫ്രീസറിലെ ചെറിയ ട്രേക്കകത്ത് ഫില്ല് ചെയ്യാം. ട്രേ ഇതാണ്. ഇത്രയും ട്രേക്കകത്ത് ഫില്ല് ചെയ്യാനുള്ള സംഭവം നമ്മുടെ ഇല്ല. എനിക്കൊന്ന് ഒരു ട്രേക്കകത്താണ് ഫില്ല് ചെയ്യുള്ളതുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഒരു ട്രേക്കകത്ത് ഫില്ല് ചെയ്യാം. 1-2 ട്രേക്കകത്ത് ഫില്ല് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തിട്ട് ഞാൻ കാണിക്കാം നിങ്ങളെ. അല്ല, എനിക്ക് ഒറ്റക്കൈ കൊണ്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. 3 എണ്ണത്തിനുള്ള, ഞാൻ 1-2 കിട്ടത്തുള്ളൂ വിചാരിച്ചു. പക്ഷെ നമുക്ക് 3 എണ്ണത്തിനുള്ള ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നേരെ ഇത് ഫ്രീസറിലേക്ക് കയറ്റാം. ഓക്കെ, ഫ്രീസറിലേക്ക് കയറ്റാം. ഓക്കെ, കയറട്ടെ തിരിച്ചാ. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഏകദേശം ഇത് കട്ടിയായി കഴിയുമ്പോൾ ചോക്ലേറ്റ് ആകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാകും. നമുക്കിപ്പോൾ ഇത് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ലാസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രീസർ ആകാൻ ഒരു 5-6 മണിക്കൂർ എടുക്കും. ഫ്രീസർ ആയി കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. 1, 2, 3. ഇത് ഫോക്കസ് ചെയ്യുമെന്ന് അറിയാൻ നേരത്തിന് കണ്ടല്ലോ, ചോക്ലേറ്റിൻ്റെ അതേ കളറും ലുക്കും ഒക്കെയാണ്. നമ്മളിത് മറ്റേ ഐസ് വെക്കുന്ന ട്രേക്കാണ്, ഞാൻ കണ്ടായിരിക്കും വെച്ചെടുത്താണ്. അങ്ങനെ 3 എണ്ണം. ഞാൻ വിചാരിച്ചത് ഒരു 2 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. കാരണം നമ്മുടെ ഒരു കൊക്കോക്കയുടെ കുരു ഉള്ളായിരുന്നു. എന്തായാലും ഒരു 3 എണ്ണം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ നമുക്കിതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ക്ലൈമാക്സ് ആണ് ഈ ടേസ്റ്റ്. നമ്മുടെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊക്കെ ഇതിന് വരുമോ എനിക്ക് ഡൗട്ടാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത് മണം ചെറിയ രീതിയിൽ ചോക്ലേറ്റിൻ്റെ മണം വരുന്നുണ്ട്. പക്ഷേ അതുപോലെ മണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം അതിൻ്റെ അകത്ത് പിന്നെ എനിക്കൊന്ന് കുറേ കെമിക്കൽസൊക്കെ ചേർത്താണ് ആ ഒരു ചോക്ലേറ്റിൻ്റെ മണം എത്തുന്നത്. അത്രയും മണമില്ല, ചെറിയൊരു ചോക്ലേറ്റിൻ്റെ മണം വരുന്നുണ്ട്. ഓക്കെ, നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഭയങ്കര ത്രില്ലിലാണ്. ഓക്കെ, അന്നത്തെ കാര്യം ഉച്ചയ്ക്ക് കഴിച്ചില്ല, വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പർ. ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുണ്ട്. പൊളി സാധനം. ഒന്നും പറയില്ല, പൊളി. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമായിരിക്കും. പൊളി. ചോക്ലേറ്റിൻ്റെ അതേ ടേസ്റ്റ്.
ഫ്രണ്ട്സ് ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ തള്ളാൻ വിചാരിക്കും. അല്ല, കറക്റ്റ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ എന്താണോ ടേസ്റ്റ് എന്താണോ അതാണിത്. അല്ല നിങ്ങൾ ഉണ്ടായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ. പക്ഷെ അത്രയും ക്രഞ്ചി അല്ല കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര സ്മൂത്തല്ലേ, അത്രയും സ്മൂത്തല്ല, ഇച്ചിരി കട്ടിയുണ്ട് കാരണം ഇത് ഐസായിട്ടിരിക്കുമല്ലേ. പക്ഷേ ടേസ്റ്റ് പക്കയാണ്. പിന്നെ ആ മണം അത്രയും കിട്ടത്തില്ല കേട്ടോ. അതെനിക്കൊന്ന് ഫ്ലേവറൊക്കെ ചേർക്കുന്നതാണ് മണം കിട്ടാനായിട്ട്. പക്ഷേ പക്ക ചോക്ലേറ്റാണ്. നിങ്ങളും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. വീട്ടിൽ കൊക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര സിമ്പിളാണ് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം സിമ്പിളാണ്, ഇത്ര സിമ്പിളാണ്. ജസ്റ്റ് പാൽപ്പൊടി നമുക്ക് ഇട്ടില്ല, പാൽപ്പൊടി മധുരം മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും കാണാം. എൻ്റെ പേര് വിഷ്ണു, TTM വോയിസിൽ നിന്ന്. സി യു. പക്ഷേ നമ്മൾ കൊക്കയുടെ അടുത്താണ് നിൽക്കുന്നത്. നോക്കിയാൽ മേളിൽ നോക്കി നിങ്ങൾക്ക് കൊക്കൊക്കെ കാണാമായിരിക്കും. മരത്തേൽ 1-2 നിപ്പുണ്ട്. ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട്, ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ് ഉണ്ടായിരുന്നതെല്ലാം ഞാൻ വെളിയിലെടുത്ത് തട്ടി കേട്ടോ. അമ്മ ഇനി എന്നെ ചീത്ത വിളിക്കായിരുന്നാൽ മതി. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കിയതിന്റെ ബഹളമാണ് ഇവിടെ. നോക്കി കുറേ പാത്രങ്ങൾ കഴിയാനുണ്ട്. നോക്കിയാണ് ചോക്ലേറ്റിന്റെ കളർ, മറ്റേ മിക്സി അരച്ചതാണ്. പിന്നെ തേണ്ടി ഇതിൻ്റെ അകത്താണ് ചൂടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്താണ് നമ്മൾ വറുത്തത് ചോക്ലേറ്റ്. ഓക്കെ, ഇതെല്ലാം ഞാൻ വൃത്തിയാക്കട്ടെ. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കാം.